പിന്നെ ഇത് നമ്മുടെ ആര്യവേപ്പില കക്കനവേപ്പിന്റെ ഇലയില് ഇത് നിംബം എന്നാണ് സംസ്കൃത പേര്. നമ്മൾ ഒരുപാട് ത്വക്ക് രോഗങ്ങൾ, സ്കിൻ ഡിസീസുമായി ബന്ധപ്പെട്ട എന്ത് രോഗാവസ്ഥ ഉണ്ടെങ്കിലും ഇത് ചതച്ചിട്ട് വെള്ളം തിളപ്പിച്ച് കുളിക്കാനായിട്ട് ഉപയോഗിക്കാം. അതുപോലെ ഇതിന്റെ ഇല അരച്ചെടുത്തിട്ട് നമുക്ക് വ്രണങ്ങളിലെ കുരുക്കളിലൊക്കെ പുരട്ടിയിടാം. അത് കീടങ്ങളൊക്കെ കടിച്ചുണ്ടാകുന്ന പാടുകൾ മാഞ്ഞു പോകുന്നതിന്, ആ വേദന ഇല്ലാതാകുന്നതിന്, നിറവ്യത്യാസത്തിനൊക്കെ ഉപയോഗിക്കാം. ഇനി അതൊന്നുമല്ല, സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഇതിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കാവുന്നതാണ്. കുടിക്കാനല്ല, കുളിക്കാനായിട്ട് എടുക്കാം. കുടിച്ചാലും വിരോധമൊന്നുമില്ല. ഡയബറ്റീസ് ഉള്ളവരൊക്കെ ഇതിന്റെ ഇല ദിവസം രാവിലെ ചവച്ചരച്ച് തിന്നുന്നത് നല്ലതാണ്. അതുപോലെ ഇതിന്റെ പണ്ട് കാലങ്ങളിൽ ഇതിന്റെ തണ്ടുണ്ടല്ലോ, ഈ തണ്ട് ചതച്ചിട്ട് അതുകൊണ്ടാണ് നമ്മൾ പല്ല് തേക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ആന്റി ഫംഗൽ ജെർമിസിഡൽ എഫക്ട്സ് ഉള്ള ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയ ഒരു സംഗതിയാണ്. നമ്മുടെ പുരാതന ആയുർവേദ ഗ്രന്ഥങ്ങളിലും ഒരുപാട് പ്രതിപാദിച്ചിട്ടുണ്ട്. വേദനാ സംഹാരിയാണ്. അതുപോലെ ത്വക്ക് രോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ആര്യവേപ്പില. അപ്പോൾ ഇനി ഇത് ഗൾഫിൽ കിട്ടാനില്ല എന്നാരും പറയരുത്. സത്യമാണ് പറഞ്ഞ, ഗൾഫിൽ തന്നെയാണ്. ഞാൻ ഇത് റെക്കോർഡ് ചെയ്യുന്ന മസ്കറ്റ് ബോർഡർ അവിടേക്ക് പോകുന്ന വഴിക്കാണ്. വണ്ടികൾ പാർക്ക് ചെയ്യുന്ന നമ്പർ നിങ്ങൾക്ക് കാണാം. ഓക്കെ, ദുബായ് രജിസ്റ്റർ. ഓക്കെ, അപ്പൊ ശരി.